ഹലോ ഷാഹിദ്, അഡ്വക്കേറ്റ് ഹരിദാസാണ്. എന്താ സാർ ഈ നേരത്ത്? ഞാൻ ഇന്ന് ഡൽഹിക്ക് പോകും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കേസ് അപ്പിയറിങ് ചെയ്യാനുണ്ട്. സോ ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ കേസിൻ്റെ കാര്യം സാർ? നമ്മുടെ കേസ് ഒക്ടോബർ 20th അപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് ശ്രീരാജ് സാറിന് നമ്മുടെ കേസ് ഹാൻഡ് ഓവർ ചെയ്യാം. ഹി വിൽ ഹാൻഡിൽ ഇറ്റ്. ഞാൻ ഡോക്യുമെൻ്റ് ഒക്കെ നാളെ തന്നെ സാറിന് കൈമാറാം. ഡോണ്ട് വെറി, ആഫ്റ്റർ 2 days ഹി വിൽ കം ആൻഡ് മീറ്റ്. താങ്ക് യു സാർ, താങ്ക് യു. ചേട്ടാ ഇന്ന് കളിക്കാൻ പോകണ്ടോ? ഇല്ലടാ, എനിക്ക് ഇന്നൊരാളെ കാണാനുണ്ട്. ഇപ്പൊ പോവോ? ഞാൻ പോവാടാ. ഷാഹിദ്. Oh, okay. Please come. I'm Advocate Sridhar. Please sit down. ഹരിദാസ് സാറിൽ നിന്ന് ഡോക്യുമെൻ്റ് വായിച്ചു. ഇനി എനിക്കറിയേണ്ടത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർക്ക് വേണ്ടി, എന്തിന്? ഞാനെല്ലാം ഹരിദാസ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നോട് കൂടി പറയണം. പരസ്പരം കോർപ്പറേറ്റ് ചെയ്ത് പോയാൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ എനിക്ക് ഒഴിയേണ്ടി വരും. ഞാനൊരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പകുതി വഴിക്കിട്ടാണ് വരും. സോ പ്ലീസ് സാറേ, ഞാനെല്ലാം പറയാം. അന്ന് ഒരു ദിവസം ഞാൻ ലോഡ് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ വണ്ടി കടയും. അപ്പോൾ എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോൾ അവിടെ ഒരു കുട്ടീനെ കണ്ടു. ആ കുട്ടീനെ ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. അവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നീട് ഞാൻ ആ കുട്ടിയെ വീണ്ടും കണ്ടു. ഇതാണ് സാറേ അന്നുണ്ടായത്.
Cool man. Please. Then, അത് കഴിഞ്ഞ് ഒരു 3 ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ ലോക്കപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി ഞാൻ നിരപരാധിയെന്ന്. അപ്പം എന്നെ അവർ വിട്ടയച്ചു. the boy is missing. Unfortunately, he's passed away. ആ കുഞ്ഞിന്റെ ശരീരം പോലീസുകാർ കണ്ടെത്തിയത് കബറുകളിലായിരുന്നു. എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും ആ കൊച്ചിനെയും സഞ്ജുവിനെയും കൊന്നത് ഒരാൾ തന്നെയാണ്. ബോസ് എൻ്റെ പിന്നാലെ ആരോ വരുന്നുണ്ട്. ഇവൻ തന്നെയാണോ? എന്തിനു വേണ്ടി? ഇവനറിയോ ഇവന്റെ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവിനും മറ്റു അടിമകളായിട്ട് ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞാൽ അവരെ നിർത്തും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമിതമായിട്ടുള്ള ലഹരിയുടെ കാരണം മൂലം മരണപ്പെട്ടു. സോ കേസ് ക്ലോസ്ഡ്. അപ്പൊ കുട്ടികൾ മേ ബി വിത്ത് ഹെൽപ്പ് ഓഫ് ഡോക്ടർ കുട്ടികളുടെ വൃക്കളും മറ്റും എടുത്ത് സേവ് ചെയ്യുന്നുണ്ട്. ഇവന്റെ പുറകെ കുറെ പ്രമുഖരുണ്ടാവും. സോ ഇവനത് തീർക്കും. അത് നീ ചെയ്യും. അവരെ നമ്മളെ എങ്ങനെ തീർക്കും? നീ ആദ്യം അവനിപ്പോൾ താമസിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് പോകണം. നിന്നെ അവനെ അറിയാമല്ലോ, അതുകൊണ്ട് സാധാരണ പോലെ തന്നെ സംസാരിക്കണം. എന്തായാലും സ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ തരുന്ന ഈ മെഡിസിൻ നീ അവനെ കൊണ്ട് കഴിപ്പിക്കണം. ഞാൻ 9 മണി ടൈമിൽ വിളിക്കുമ്പോൾ മെഡിസിനുള്ളിലെ ചിപ്പ് ആക്ടിവേറ്റ് ആകും. അവിടെ നിന്ന് ഷാഹിദ അപ്പോൾ തന്നെ ഇറങ്ങണം.